തമ്മിൽ കണ്ട പോലെ തന്നെ ഇത് ചെന്നൈയിലെ ഒരു നൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം കാർച്ചി. അപ്പൊ ഞാനും കാർച്ചിയും കൂടെ ഓട്ടോ കയറി രാത്രി ഇറങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടല്ല, ചെന്നൈയിലെ ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. ഞങ്ങൾ ചെന്നപ്പോ തന്നെ നേരെ അവിടുത്തെ ഫുഡ് സ്പോട്ട് തപ്പി നടക്കായിരുന്നു കേട്ടോ. ഈ ബീച്ചിന്റെ ഈ ഒരു പാർക്കിൽ അങ്ങോട്ട് ഫുൾ ഇതുപോലത്തെ ഓരോ ഫുഡ് സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്നോട് നടന്ന് ആദ്യം തന്നെ ചെന്നത് സീ ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലായിട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു, എന്ത് വാങ്ങണം. ഞങ്ങളുടെ ഐലാഷസ് നോക്കൂ, വോളുമൈസിങ് മസ്കാര സ്റ്റേസ് ടാഗ് ചെയ്തെടുത്ത്. അങ്ങനെ ആ ഷോപ്പിൽ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് കാർച്ചി എനിക്ക് ബോബ ഷേക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതിനെ ബോബ ഷേക്കും തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ പ്രോൺസിനൊക്കെ ഓർഡർ എടുത്ത ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതേ വഴി കൂടെ ഇപ്പോൾ ഏതോ ഒരു ചേട്ടൻ എൻ്റെ ക്യാമറ നോക്കിക്കൊണ്ട് പോയത്. അങ്ങനെ ആദ്യം ഞങ്ങളുടെ കക്കയാണ് കേട്ടോ വന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും വാ പൊള്ളിപ്പോയായിരുന്നു. പിന്നെ ഈ കൊഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിങ്ങനെ സ്ട്രീറ്റ് ഫുഡൊന്നും അധികം കഴിച്ചിട്ടില്ല, പക്ഷേ ഈ കൊഞ്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗാർച്ചിയുടെ മുഖത്തെ പലതരം എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ ചൂട് എങ്ങനെയാണെന്ന്. I am so expensive. Poor Garchi's bank account went from this to this because of this. അത് ശരിക്കും സത്യമാണ് കേട്ടോ. പാവം കാർച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് കാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി വിളിച്ച് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ വാങ്ങിയത്. ഇത് ഒരുപാട് തവണ ഞാൻ ഫോട്ടോ വെച്ചിട്ടൊക്കെ പോകുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല. ബട്ട് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പതിവ് ചൂട് അതിനും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് എല്ലാത്തിനും നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അത് അങ്ങനെ തന്നെ കഴിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഷവർമ വാങ്ങാനാണ് ഇപ്പോൾ. ഷവർമ ഇതെല്ലാം കൂടെ എവിടെ പോകുന്നു ചോദിച്ചാൽ അറിയില്ല, ബട്ട് പോകും. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ വയറ് നിറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി നൈസായിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ഷവർമ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഷവർമ ഇങ്ങോട്ട് ഒരു തരത്തിലാണ് കഴിച്ചു തീർത്തത്. എന്നിട്ടും ഞങ്ങളുടെ വിശപ്പടങ്ങിയില്ല എന്ന് തന്നെ പറയാം. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചതൊക്കെ തേക്കിട്ട് വിചാരിച്ചിട്ട് ബീച്ചൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങളൊരു ബദാമിൽ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും എനിക്ക് വേണ്ടി വാങ്ങിച്ചതെന്നാണ്. കാർച്ചി അതൊക്കെ കുടിച്ചില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ കാർച്ചിയോടെ വെറുതെ നോക്കാന്ന് പറഞ്ഞ് കയറിയത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കണ്ട കാർച്ചിക്ക് എടുക്കാണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ കാർച്ചി ഇതിലെ ലാവൻഡർ കളറും ഞാൻ ഡാർക്ക് റെഡ് കളർ എടുത്തു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കുറച്ച് ഫൺ ടൈമാണ്. അപ്പോൾ ഇതൊക്കെ എത്രയുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഫോർ അടുത്ത വീഡിയോ. ബൈ.